ബേക്ക് ആൻഡ് ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളൊക്കെ കേക്ക് ഉണ്ടാക്കി പഠിച്ചോ? എല്ലാവർക്കും പഠിക്കാൻ എളുപ്പത്തിനാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ വീഡിയോ കാണണം, ഫുള്ള് കണ്ടിട്ട് വേണം എല്ലാവരും ലൈക്കും സപ്പോർട്ടും ചെയ്യാൻ. അപ്പം ന്യൂ ഇയറിൻ്റെ കേക്കിൻ്റെ കുറച്ച് വീഡിയോസാണ് കേട്ടോ കാണിക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പം ന്യൂ ഇയറൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല സുഖമില്ലാതെ ആയി, തിരക്കുകളും അതുപോലെ കാലുവേദനയൊക്കെ വന്നപ്പോൾ പിന്നെ എനിക്ക് വീഡിയോസൊക്കെ കൂടുതൽ ഇടാൻ പറ്റാത്ത ഇതായി കേട്ടോ. അപ്പം നമുക്ക് വലിയ ഓർഡറൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഒന്നും കളയരുത്, എല്ലാ ഓർഡറും നമ്മൾ ഇത് പിടിക്കണം കേട്ടോ. കാരണം നമ്മൾ അതൊക്കെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട വലിയ ഓർഡറൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട അതിനാവശ്യമുള്ള മുട്ട, അതുപോലെ പഞ്ചസാരയൊക്കെ പൊടിച്ച് നമ്മൾ പാത്രങ്ങളിലാക്കണം, മൈദമാവൊക്കെ അരിച്ച് വെക്കണം. നമുക്ക് എളുപ്പത്തിൽ ജോലി തീർക്കാനാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എനിക്ക് 15 കിലോ കേക്കാണ് അന്ന് ചെയ്ത് കൊടുക്കേണ്ടതുണ്ടായിരുന്നത്. 12 കിലോ പള്ളിയിൽ നമുക്ക് ന്യൂ ഇയറിന് കട്ട് ചെയ്യാനും അതുപോലെ തന്നെ 2 കിലോ കേക്ക് നമുക്ക് പുറത്ത് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതിനുള്ള മുട്ടയൊക്കെ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മുട്ടയൊക്കെ നിറയെ അഴുക്കായിരിക്കും. അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി നമ്മൾ പാത്രത്തിൽ വെക്കണം. പിന്നെ നമ്മൾ കേക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ജോലി വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു ന്യൂസ് പേപ്പറൊക്കെ ഇട്ട ശേഷം അതിൽ നമ്മൾ പാത്രം വെച്ച് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ അതൊക്കെ നമുക്ക് തെറിച്ച് തറയിൽ വീഴാതെ ആ ന്യൂസ് പേപ്പറിൽ വീഴും. നമ്മൾ കുറേ നേരം കഴിഞ്ഞ ശേഷം അതങ്ങ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ജോലി എളുപ്പമാവും കേട്ടോ. പിന്നെ കുറേ കേക്ക് ചെയ്യാനുള്ളത് കൊണ്ട് ഞാൻ പിന്നെ ഓവണിലും കൂടെ വച്ചാണ് കേക്കൊക്കെ ചെയ്തത് കേട്ടോ. കാരണം എനിക്ക് അടുപ്പിൽ മാത്രം ചെയ്യാൻ പറ്റില്ല, പിന്നെ ഓവണിലും അടുപ്പിലൊക്കെ വച്ചാണ് ഞാൻ കേക്കൊക്കെ എല്ലാം ബേക്ക് ചെയ്തെടുത്തത്. ആദ്യം എല്ലാ കേക്കും ബേക്ക് ചെയ്തിട്ടാണ് ഞാൻ പിന്നെ സെറ്റ് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ കേക്കെല്ലാം ചെയ്ത് നമ്മൾ എല്ലാം ഇതുപോലെ ഒന്ന് വേവിച്ച് നല്ല ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് വേണം. അപ്പോൾ ഈ ഒരു അടുപ്പിൽ നമുക്ക് പിന്നീട് കൊടുക്കേണ്ട കേക്കുകൾ അതിൽ വെന്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് 12 കിലോ കേക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരേ അളവിൽ കിട്ടാൻ വേണ്ടി നമ്മൾ ഇതുപോലെ കേക്ക് 3 ബോർഡിലാണ് ചെയ്യുന്നത് കേട്ടോ. 4 കിലോയുടെ 3 ബോർഡിലാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇതുപോലെ നീളത്തിന് നമ്മൾ കട്ട് ചെയ്ത് ഇതുപോലെ വയ്ക്കും കേട്ടോ. അപ്പോൾ കട്ട് ചെയ്ത് വച്ചിട്ടാണ് നമ്മൾ ക്രീമൊക്കെ കൊടുക്കുന്നത്. കാരണം ഒരേ അളവിൽ നമുക്ക് കിട്ടാൻ ഇതുപോലെ നിരത്തി നമ്മൾ വച്ചിട്ട് വേണം നമ്മൾ ക്രീമൊക്കെ തേച്ച് നമ്മൾ മുട്ടായിയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കറക്റ്റായിട്ട് അളവിന് വെട്ടി എല്ലാം വെച്ചിട്ട് അടുത്ത് ക്രീം തേക്കും, അതിൽ ചോക്ലേറ്റ് നിറയെ ഇട്ട് കൊടുക്കും. അപ്പോൾ ആദ്യം മിൽക്ക് മെയ്ഡൊക്കെ ചേർത്തിട്ടാണ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ലെയറായിട്ട് 3 ലെയർ കേക്കാണ് ചെയ്തെടുത്തത് കേട്ടോ. 3 ലെയറായിട്ടാണ് ചെയ്തെടുത്തത്. അപ്പോൾ ഞാൻ പിന്നെ കേക്കൊക്കെ 3 ബോർഡിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ ചെന്നിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേക്ക്. കാരണം നമുക്ക് എല്ലാം ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ലല്ലോ നീളത്തിന്. നമുക്ക് ഇതുപോലെ കേക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ പോകാൻ നേരത്താണ് നമ്മൾ ഓരോന്ന് വിധം കറക്റ്റായിട്ട് വെച്ച് ഓരോ ബോക്സിലാക്കി സെറ്റ് ചെയ്ത് കൊണ്ടുപോയത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ വച്ച ശേഷം നമ്മൾ വൈകുന്നേരത്തെ കേക്ക് വേറെ ഉണ്ടായിരുന്നു, 2 കേക്ക്. അത് ചെയ്ത ഉടനെ അങ്ങ് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതും കൂടി ചെയ്യാണ് കേട്ടോ. അപ്പോൾ 2 മിൽക്കി നട്ട്സ് കേക്കാണ് ചെയ്തത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒന്നിൻ്റെ മാത്രമേ കാണിക്കുന്നുള്ളൂ. മിൽക്കി നട്ട്സ് കേക്കിൻ്റെയൊക്കെ വീഡിയോസ് ഇടാം കേട്ടോ. കാരണം തിരക്ക് കാരണം പിന്നെ എനിക്കിതെല്ലാം കഴിഞ്ഞപ്പോൾ നല്ല ക്ഷീണവും അസുഖമൊക്കെ ആയിപ്പോയി കേട്ടോ. കാരണം നിന്നുകൊണ്ട് സ്ഥിരമായിട്ട് നിന്ന് ജോലി ചെയ്തപ്പോൾ കാല് വേദനയൊക്കെ വന്നു. പിന്നെ ഞാൻ ഇവിടെ ആ ഒരു കേക്കിൻ്റെ ഇത് നമ്മൾ ഫൈനൽ മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ കേക്കൊക്കെ ഫിനിഷ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പേരുടെ അഭിപ്രായം വിപ്പിംഗ് ക്രീം മെൽറ്റായി പോകുന്നു, അത് കുറച്ച് നേരമാകുമ്പോൾ അത് ലൂസായി പോകുന്നു. അതൊക്കെ ഞാൻ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അത് നല്ലതായിട്ട് ഒറ്റ വീഡിയോ ആയിട്ട് ഞാൻ ഇടാം കേട്ടോ. വിപ്പിംഗ് ക്രീം നമ്മൾ ഏതാണോ യൂസ് ചെയ്യുന്നത്, ഏത് നല്ല വിപ്പിംഗ് ക്രീം, ഇതൊക്കെ ഞാൻ നല്ലൊരു വീഡിയോ ഇടാം കേട്ടോ. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ ഫുള്ള് കാണണം കേട്ടോ. എന്നിട്ട് വേണം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുമാത്രമല്ല, നിങ്ങൾക്കുള്ള അടുത്ത സമ്മാനത്തിൻ്റെ വീഡിയോ ഞാൻ 2-3 വീഡിയോ കഴിഞ്ഞിട്ട് ഇടുന്നതാണ്. കാരണം ഇത്തിരി തിരക്കൊക്കെ ആയിപ്പോയി. കാരണം തിരക്കും വയ്യാതൊക്കെ ആയതുകൊണ്ട് എനിക്കിനി 2-3 റെസ്റ്റും കൂടെ എടുത്തിട്ടാണ് നിങ്ങൾക്ക് വീഡിയോ ഇടാനും. അതുപോലെ നിങ്ങൾക്കുള്ള സമ്മാനം ഉടനെ പറയുന്നതാണ് കേട്ടോ. കാരണം എൻ്റെ വീഡിയോ വിജയിക്കുന്നതിനൊപ്പം ഞാൻ നിങ്ങൾക്കുള്ള സമ്മാനവും തരും കേട്ടോ. കാരണം എനിക്ക് അത്ര ഇഷ്ടമാണ്. എല്ലാവരും കേക്ക് ഉണ്ടാക്കി പഠിക്കണം, എല്ലാവരും സെയിൽ ചെയ്യണം, സ്വന്തമായിട്ടൊരു വരുമാനമൊക്കെ ഉണ്ടാക്കണം നിങ്ങൾ. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോ വിജയിച്ചാൽ എനിക്കും ഒരിതുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കേക്കൊക്കെ ഉണ്ടാക്കി ഇവിടെ സെറ്റ് ചെയ്യണം. ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഇതുപോലെ ഒന്ന് ഹാർട്ട് ഷേപ്പിൽ ചെയ്താണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഒരു സിമ്പിൾ ഡെക്കറേഷൻ. നമ്മൾ ഈ ഒരു മിൽക്കി നട്ട്സ് കേക്കിലൊന്നും അധികം ഡെക്കറേഷൻ ഒന്നും ചെയ്യില്ല കേട്ടോ. നമ്മൾ ചെറിയ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻ മാത്രമേ കൊടുക്കുകയുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഒന്ന് ചോക്ലേറ്റൊക്കെ വെച്ചിട്ട് നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് കൊണ്ട് ഒന്ന് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് വരച്ച് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ പിന്നെ കുറച്ച് ഷുഗർ ബോൾസൊക്കെ ഇട്ട് കൊടുത്ത്
ഇത്ര തന്നെയാണ് കേട്ടോ കേക്കിൻ്റെ. പിന്നെ പേരെഴുതി അവർക്ക് കൊടുത്തതാണ് കേട്ടോ. എൻ്റെ കാരണം എൻ്റെ കയ്യിൽ ടോപ്പർ തീർന്നതുകൊണ്ട് ഞാൻ പിന്നെ ചോക്ലേറ്റ് ഇതിൽ തന്നെ പേരെഴുതി കൊടുത്തായിരുന്നു. പിന്നെ നിങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കുന്നതിൽ കുറേ സംശയങ്ങളുണ്ട്. അതെല്ലാം ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഓരോ വീഡിയോസിലായിട്ട് ഞാൻ എല്ലാവരുടെ സംശയങ്ങളും നല്ലതുപോലെ പറഞ്ഞ് മനസ്സിലാക്കി തരും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കേക്കൊക്കെ ഉണ്ടാക്കി പഠിച്ച് നിറയെ സെയിൽ ചെയ്ത് സ്വന്തമായിട്ട് വരുമാനമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഞാനും പ്രാർത്ഥിക്കും. നല്ല വീഡിയോസും നിങ്ങൾക്ക് ഇട്ട് തരുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണേ.